ഹായ് ഓൾ, വെൽക്കം ടു റിജു ആൻഡ് പി എസ് കെ ഓൺലൈൻ ക്ലാസ്സസ്. എൻ്റെ പേര് അജേഷ് ടി ആർ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എൻ സി ആർ ടിയിലെ കെമിസ്ട്രി യൂണിറ്റ് 11 പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻഓർഗാനിക് ചാപ്റ്ററാണ്. ഇൻഓർഗാനിക് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത, ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത, അതിലൊരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. നമ്മളൊരു ട്രെൻഡുകൾ നമ്മൾ പഠിക്കും. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എങ്ങനെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപ്പി എങ്ങനെയാണെന്നൊക്കെ ഒരു ജനറൽ ട്രെൻഡുകളുണ്ട്. പക്ഷേ ഈ ജനറൽ ട്രെൻഡുകളുടെ ഇടയിൽ കുറച്ച് എക്സെപ്ഷൻസ് വരും. അപ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ മേക്ക് ഷുവർ യു ആർ റീഡിങ് എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ. ഓരോ വരിയും എൻ സി ആർ ടിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി വിൽ ബി വെരി ഈസി. റിവിഷനാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മാർക്ക് മേടിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ നിങ്ങൾക്കൊരു ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ കാണാൻ പറ്റുന്നുണ്ട്. എത്ര എലമെൻറ്റ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? ദർ ആർ 118 എലമെൻറ്റ്സ്. 118 എലമെൻറ്റ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാം. വളരെ ബേസിക് കാര്യങ്ങൾ പറയുന്നു. എത്ര ഗ്രൂപ്പുകൾ, എത്ര പീരീഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര പീരീഡ് ഉണ്ട്? ദർ ആർ 7 പീരീഡ്സ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? യു ഹാവ് 18 ഗ്രൂപ്പ്സ്. 7 പീരീഡ്സ്, 18 ഗ്രൂപ്പ്. ഈ 7th പീരീഡിനെ പറ്റി എൻ സി ആർ ടിയിൽ അവർ പറയുന്നിരിക്കുന്ന ഒരു വാചകം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: 7th പീരീഡ് ഈസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് എന്നാണ് അവർ പറയുന്നത്. 7ാമത്തെ പീരീഡ് 1, 2, 3, 4, 5, 6, 7 ഈ പീരീഡ് ഇൻകംപ്ലീറ്റ് എന്നാണ് എൻ സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു ഓൾഡ് എഡിഷനാണ്. ഇപ്പോൾ നമുക്കറിയാം 118 ഓർഗാനസോൺ വരെയുള്ള എലമെൻസിനെ ഓൾറെഡി ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ വി ആർ നെഗ്ലക്റ്റിംഗ് ദ 7th പീരീഡ്. ക്ലിയർ ആണല്ലോ? ഇതിൽ ഗ്രൂപ്പാക്കി നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ ഗ്രൂപ്പാക്കി മാറ്റിയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ആൻ ആറ്റം. അല്ലേ? ഒരാറ്റത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ് എങ്കിൽ, ഔട്ടർ മോസ്റ്റ് എനർജി ലെവലിലുള്ള എസ് സബ്ഷെല്ലാണെങ്കിൽ വി വിൽ കോൾ ദാറ്റ് പെർട്ടിക്കുലർ എലമെൻറ്റ് ആസ് ആൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്. അങ്ങനെയാണ് എങ്കിൽ what are p block elements? P block elements are those elements in which the last electron enters into the p orbital or p subshell of the outermost energy level. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് എനർജി ലെവലിലുള്ള പി സബ്ഷെല്ലിലേക്കായിരിക്കും. ഇതിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ സെഷൻ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്. ഇറ്റ് ഈസ് ഫ്രം ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18. അതിൽ തന്നെ ക്ലാസ് 11 നമ്മൾ ഈ പി ബ്ലോക്കിനെ മുഴുവനായിട്ടൊന്നും പഠിക്കത്തില്ല. നമ്മളുടെ സിലബസിൽ ക്ലാസ് 11 യൂണിറ്റ് 11 ആകെ 2 ഗ്രൂപ്പുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. എൻ സി ആർ ടിയിൽ ഇതില്ല. എൻ സി ആർ ടിയിൽ അത് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം താലിയം വരെ പഠിക്കും. അതുപോലെ 14ാമത്തെ ഗ്രൂപ്പിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലുറോവിയം നമ്മൾ പഠിക്കില്ല. ഇനി +2 നിങ്ങൾ എത്തിയാലും ലാസ്റ്റ് എലമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആദ്യത്തെ 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓൾറെഡി പറഞ്ഞു. പി ബ്ലോക്ക് എലമെൻറ്റ് മീൻസ് P block elements means their
last electron enters into the p subshell of the outermost energy level. P subshell പ്രത്യേകത, it has got 3 degenerate orbital. P subshell has got എത്ര പേര്? 3 degenerate orbital. 3 degenerate orbitals. You already know what are degenerate orbitals. സെയിം എനർജി വരുന്ന ഓർബിറ്റൽ അല്ലേ? പി സബ്ഷെൽ വരയ്ക്കാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങളിങ്ങനെ വരയ്ക്കും. പി സബ്ഷെൽ, ദിസ് ഈസ് പി എക്സ്, പി വൈ, പി ഇസഡ്. ശരിയല്ലേ? നൗ ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ കയറും? 2 ഇലക്ട്രോൺ അല്ലേ? 1 2 3. ഞാൻ ഏത് റൂൾ വെച്ചാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഹൺസ് റൂൾ. Then 4 5 6. So in the p subshell you can hold maximum of എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ p block elements have 6 groups. p block element constitute 6 group, that is from group 13 to group 18. Group 13 to group 18. First group, second, third, 4, 5, 6. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ ഗ്രൂപ്പുകളും, ഗ്രൂപ്പ് 13 14 15 16 17 18, ഓരോ ഗ്രൂപ്പുകളും അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പേരിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഗ്രൂപ്പ് 13, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് അല്ലേ? ഗ്രൂപ്പ് 13 അതറിയപ്പെടുന്നത് ഏത് എലമെൻറ്റിൻ്റെ പേരിലായിരിക്കും? ആദ്യത്തെ മെമ്പർ ആരാണ്? ബോറോൺ. അപ്പോൾ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി. അടുത്ത മെമ്പർ ആരാ? കാർബൺ. ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പേരിൽ. സോ ദിസ് ഈസ് കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയാറില്ല. അതിനേക്കാളും നല്ലത് ഹാലോജൻസ്. അതൊക്കെ ഓൾറെഡി അറിയാട്ടോ നിങ്ങൾക്ക്. ഹാലോജൻസ്, ദെൻ ഇനേർട്ട് ഗ്യാസസ്, ലേസി എലമെൻറ്റ് എന്നൊക്കെ പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. സോ പി ബ്ലോക്ക് എലമെൻറ്റ് ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18, അത്രയും നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ബോറോൺ ഫാമിലി. നമ്മുടെ ടോപ്പിക്ക് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. Group 13 elements. Group 13 elementsനെ വിളിക്കുന്ന വേറെ പേര് ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ പറ്റി നിങ്ങൾ ആദ്യം അറിയാം. Boron family means it have elements like boron, then aluminum, gallium, indium, thallium. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു താഴെ, നമ്മൾ പഠിക്കുന്നില്ല. നമുക്കാകെ ഇത്രയേ ഉള്ളൂ NCERT-യിൽ. സിമ്പൽ പറയുകയാണെങ്കിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. TH ആണോ TL ആണോ? ഇറ്റ് ഈസ് TL, താലിയം. TL, താലിയം. സോ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആർ ദ മെമ്പേഴ്സ് ഓഫ് ബോറോൺ ഫാമിലി. ക്ലിയർ ആണല്ലോ? നൗ ഇത് പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി S ബ്ലോക്ക് പഠിച്ചു
അല്ലേ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് പഠിച്ചു. അത് നിങ്ങളെങ്ങനെയാണ് പഠിച്ചേ? ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ഓർമ്മയുണ്ടോ പേര്? അവിടെ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഓർമ്മ വരുന്നുണ്ടല്ലേ? ദെൻ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇത് പഠിക്കാം. ഇത് ഓർമ്മ കാണുമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണ്. ഞാൻ ഓർത്തിരിക്കുന്നത് ഒരു കഥ പോലെ ഓർത്തിരിക്കുക. ഹൈദർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ലൈറ്റ് ഇട്ടു. ഹൈദർ ലൈറ്റ് ഇട്ടു. പിന്നെ എന്ത് ചെയ്തു? സോഡയും പൊട്ടിച്ചു. സോഡിയം പൊട്ട എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം. അപ്പോൾ ഹൈദർ ലൈറ്റ് ഇട്ടു, സോഡയും പൊട്ടിച്ചു. ക്ലിയർ? നൗ റൂബി ശേഷം ഫ്രാൻസിസ്. ഹൈദർ ലൈറ്റ് ഇട്ടു, സോഡയും പൊട്ടിച്ചു, റൂബിയെ ശേഷം ഫ്രാൻസിസ്. അടുത്തത് ബെറി കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പുണ്ട്. ബെറി കൊണ്ട് മഗ്ഗില്ലേ ചായ കുടിക്കുന്ന മഗ്ഗിൽ കള്ള്, കാൽഷ്യം, സ്ട്രോങ് ആയി ബാറിൽ ബേരിയം റെഡിയാണ്. വെരി ഈസി. ഹൈദർ ലൈറ്റ് ഇട്ടു, സോഡയും പൊട്ടിച്ചു, റൂബിയെ ശേഷം ഫ്രാൻസിസ്. ബെറി കൊണ്ട് മഗ്ഗിൽ കള്ളൊന്ന് സ്ട്രോങ് ആയി ബാറിൽ റെഡിയാണ്. പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇത് പഠിക്കുമ്പോൾ രസമായിരിക്കും. ഇത് ബോറാണോ അലുമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ എന്നൊക്കെ അറിയത്തില്ല, അലുമിനി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇപ്പോൾ ബോറാണോ അലുമിനി ഗേൾ, ആ പെണ്ണിന് ഇന്ത്യൻ താലിയും. അവർക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ബോറാണോ അലുമിനി ഗേളിനും ഇന്ത്യൻ താലിയും. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു പാട്ട് പോലെ ഇട്ട് തോന്നും. ഹൈദർ ലൈറ്റ് ഇട്ടു, സോഡയും പൊട്ടിച്ചു, റൂബിയെ ശേഷം ഫ്രാൻസിസ്. ബെറി കൊണ്ട് മഗ്ഗിൽ കള്ളൊന്ന് സ്ട്രോങ് ആയി ബാറിൽ റെഡിയാണ്. ഇതാണെങ്കിലോ ബോറാണോ അലുമിനി ഗേളിനു ഇന്ത്യൻ താലിയും. തൊട്ടടുത്ത ഗ്രൂപ്പും കൂടി പറഞ്ഞേക്കാം. ഇറ്റ് ഈസ് കാർബൺ ഫാമിലി അല്ലേ? കാറിൽ സിൽക്കണിഞ്ഞ് ജർമ്മൻ ടിന്നിൽ ലഡുവും എടുത്ത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ക്ലിയർ ആണല്ലോ? പാട്ട് ഒന്നും കൂടി നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. യു വിൽ ഗെറ്റ് ദ ഐഡിയ. സോ റൈറ്റ് നൗ വി ആർ ഡിസ്കസിങ് ബോറോൺ ഫാമിലി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബോറോൺ ഫാമിലിയെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് പി ബ്ലോക്ക് എലമെൻസിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ജനറൽ characteristics of p block elements. General characteristics of p block elements. ഏറ്റവും ആദ്യത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് പി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ. പി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓൾറെഡി നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് യൂണിറ്റ് 3 ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ജനറൽ കോൺഫിഗറേഷൻ ഈസ് NS2 NP126. ദിസ് ഈസ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇത് അവരുടെ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇന്നർ ഇലക്ട്രോൺസ്, അതായത് ഇത് വാലൻസ് ഇലക്ട്രോൺ NS2 NP126 എന്ന് നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഔട്ടർ കോൺഫിഗറേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഇവരുടെ ഇന്നർ കോർ ഡിഫറെൻ്റ് ആയിരിക്കും. ചില എലമെൻറ്റ്സിൽ ഇന്നർ കോറിൽ D ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ചില എലമെൻറ്റ്സിൽ ഇന്നർ കോറിൽ Dയും Fഉം ഉണ്ടായിരിക്കും. ചില എലമെൻറ്റ്സിന് അതിൻ്റെ ഇന്നർ സെല്ലിൽ Dയും Fഉം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്നർ കോർ ഓഫ് എലമെൻറ്റ്സ് ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്
ഇന്നർ കോർ ഓഫ് അല്ലെങ്കിൽ ഇന്നർ കോർ ഇലക്ട്രോൺസ് വിൽ ബി ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന്. ഔട്ടർ കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഇന്നർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇന്നർ കോർ ഇലക്ട്രോൺ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കും. ആസ് ഇന്നർ കോർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഡിഫറെൻറ്റ് ദേ ഷോസ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സൈസ്, പി ബ്ലോക്ക് എലമെൻസിൻ്റെ സൈസ്, ദെൻ പിന്നെ അവരുടെ റേഡിയസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി മുതലായ കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടി, ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആസിഡും ബേസുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. സോ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ കണ്ടത് ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതൊരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ വാലൻസ് ഇലക്ട്രോൺസ്. ഇൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, അതായത് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് അവർ എക്സിബിറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 മൈനസ് ചെയ്യുക. വെരി ഈസി. സോ the highest oxidation state of p block elements can be determined by subtracting 10 from group number. അങ്ങനെയാണ് എങ്കിൽ ഗ്രൂപ്പ് 13 ഏതാ ഫാമിലി? ബോറോൺ ഫാമിലിയുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? You can find 13 minus 10, it is +3. So the highest oxidation state of group 13 elements is +3. Similarly group 14 എത്രയായിരിക്കും? Group 14 it will be highest oxidation state equal to group number minus 10, it is +4. So this is how you can find the oxidation state. പക്ഷേ ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15 ഒരു പ്രത്യേകതകൾ ഡൗൺ ദ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിൽ മേലെ നിന്ന് താഴേക്ക് വരും തോറും താഴെയുള്ള എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ 2 യൂണിറ്റ് കുറവായിരിക്കും. നമുക്ക് ബോറോൺ ഫാമിലി നമുക്ക് നോക്കാം. ഇപ്പോൾ ബോറോൺ ഫാമിലിയുടെ കേസിൽ അവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയിൽ അതായത് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ്. പക്ഷേ പി ബ്ലോക്ക് എലമെൻറ്റിൽ എസ്പെഷ്യലി 13, 14, 15 എലമെൻസിൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിനെയാണല്ലോ ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഡൗൺ ദ ഗ്രൂപ്പിൽ അവരുടെ താഴെയുള്ള എലമെൻറ്റ്സ്, ഈ കേസിൽ താലിയവും ഇൻഡിയവും ഒക്കെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റായ +3നേക്കാൾ 2 യൂണിറ്റ് കുറവുള്ള, അതായത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർ കാണിക്കുന്നത്. ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്.
ഇനേർട്ട് പെയർ ഇഫക്റ്റ്. നമ്മൾ കൂടുതൽ ഓരോ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്, എന്തുകൊണ്ടാണ് ഈ 2 യൂണിറ്റ് കുറയുന്നതെന്നും അതിന് പിന്നിലുള്ള കാര്യങ്ങളും നമ്മൾ ഓരോ ഫാമിലിയിൽ കൃത്യമായിട്ട് പറയും. നൗ വി ആർ ജസ്റ്റ് ഡിസ്കസിങ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ അറിഞ്ഞിരിക്കുക, ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടായിരിക്കുക, ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ 2 യൂണിറ്റ് കുറവായിരിക്കും താഴെയുള്ള എലമെൻറ്റ്സ് കാണിക്കുന്നത്. ഇനി ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേബിൾ NCERT കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്. ഇത് NCERT ഈ ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗത്ത് തന്നെയുള്ള ഒരു ടേബിൾ ആണ്. ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 നമ്മൾ കണ്ടു. ഗ്രൂപ്പ് 13 NS2 NP1 NS2 NP2. അതുകൊണ്ടാണ് നമ്മൾ ജനറലി എങ്ങനെ എഴുതിയത്, NS2 NP1 മുതൽ 6 വരെ എഴുതിയത്. പക്ഷേ ഹീലിയത്തിന് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടല്ലോ, ഹീലിയം 1s2 ആണ്. ഹീലിയത്തിന് നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ് ഈസ് 1s2 എന്ന്. ദെൻ ബോറോൺ ഫസ്റ്റ് മെമ്പർ അല്ലേ, ഓരോ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറിനെ എഴുതിയിട്ടുണ്ട്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഫ്ലൂറിൻ, ഹീലിയം. സോ ദീസ് മെമ്പേഴ്സ് ഹെഡ് ദ ഫാമിലി. ദെൻ അവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഗ്രൂപ്പ് 13 ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് നമ്പർ -10, 13 - 10 + 3. ഗ്രൂപ്പ് 14 ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഗ്രൂപ്പ് നമ്പർ -10, 14 - 10 + 4. ഗ്രൂപ്പ് 17 ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഗ്രൂപ്പ് നമ്പർ -10, 17 - 10 + 7. അങ്ങനെ ഓരോ ഗ്രൂപ്പിലെ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, എല്ലാവരും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്. തൊട്ട് താഴെ ഈ പറയുന്ന +3, +4, +5, +6, +7, +8 കൂടാതെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. 13 ആണെങ്കിൽ 13 ഗ്രൂപ്പ് ആണെങ്കിൽ +1 കാണിക്കുന്നുണ്ട്. 14th ഗ്രൂപ്പ് നമ്മുടെ കാർബൺ ഫാമിലി ആണെങ്കിൽ +2 -4 കാണിക്കുന്നുണ്ട്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി ആണെങ്കിൽ +3 -3 കാണിക്കുന്നുണ്ട്. 16ലേക്ക് വന്നപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ എണ്ണം കൂടി. ഇൻ അഡീഷൻ ടു ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +6, +4, +2, -2 ഇതിലേക്ക് വന്നപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കൂടി. ശ്രദ്ധിച്ചു നോക്കൂ, ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +7 അപേക്ഷിച്ച് +5 കാണിക്കുന്നുണ്ട്, +3 കാണിക്കുന്നുണ്ട്, +1, -1 അല്ലേ. ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് 18, അവിടെ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ്, +6, +4, +8. അതായത് ഇവർക്കൊക്കെ ഇലക്ട്രോണിനെ കൊടുക്കാനാണ് താല്പര്യം, ഇലക്ട്രോണിനെ വാങ്ങാനുള്ള ടെൻഡൻസി തീരെ ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസ് അല്ലേ. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴല്ലേ. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴാണ് കിട്ടുന്നത്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഏത് ചാപ്റ്ററിൽ, റിഡോക്സ് റിയാക്ഷൻസ്. അവിടെയാണ് നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കുന്നതും കുറേ റൂളുകൾ പഠിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിഡോക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് NCERTയിലുള്ള ഒരു ടേബിളാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഈ പി ബ്ലോക്ക് എലമെൻറ്റ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് NCERTയിലുള്ള ഓരോ വരിയും ശ്രദ്ധിച്ച് പഠിക്കുക. അതാണ് പി ബ്ലോക്ക് എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി തറവാക്കാൻ സ്കോർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. റീഡ് NCERT ലൈൻ ബൈ ലൈൻ. നൗ നമുക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ആൻഡ് non-metallic character of p block elements. S block elements നിങ്ങൾ പഠിച്ചതല്ലേ, അവിടെ നിങ്ങൾക്ക് ഒരേ ടൈപ്പ് എലമെൻസിനെ കാണാൻ പറ്റിയുള്ളൂ, എല്ലാം മെറ്റൽസ് ആയിരുന്നു അല്ലേ. എസ് ബ്ലോക്കിൽ എല്ലാം മെറ്റൽസ് ആയിരുന്നു.
പക്ഷേ പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ യു ക്യാൻ സീ മെറ്റൽസ്, യു ക്യാൻ സീ നോൺ മെറ്റൽസ്, പിന്നെ ആരെങ്കിലും ഉണ്ടോ? മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഈ 4 ബ്ലോക്കുകൾ ഉണ്ടായിട്ടും മെറ്റലിനെയും നോൺ മെറ്റലിനെയും മെറ്റലോയിഡിനെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ബ്ലോക്ക്, ദാറ്റ് ഈസ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. മെറ്റൽസ്, നോൺ മെറ്റൽ, മെറ്റലോയിഡ്. നൗ ഹെഡിങ്ങിൽ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, വാട്ട് ഈസ് മെറ്റാലിക് ക്യാരക്ടർ? എന്താണ് നിങ്ങൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? മെറ്റാലിക് ക്യാരക്ടർ, ഇറ്റ് ഈസ് സിംപ്ലി ദ ടെൻഡൻസി ഓഫ് ആൻ എലമെൻറ്റ് ടു ഡൊണേറ്റ് ഇലക്ട്രോൺ, ടെൻഡൻസി ടു റിലീസ് ഇലക്ട്രോൺ ഓർ ഡൊണേറ്റ് ഇലക്ട്രോൺ. അതിനെയാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ചാപ്റ്റർ 3 ഒരു ട്രെൻഡ് പഠിച്ചിട്ടില്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണെന്നും ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണെന്നും. എങ്ങനെയായിരുന്നു? പീരിയോഡിക് ടേബിളിൽ താഴേക്ക് വരുന്തോറും ആറ്റങ്ങളുടെ സൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു, ശരിയല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എലമെൻസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇലക്ട്രോൺ പെട്ടെന്ന് റിലീസാകും അല്ലേ? ന്യൂക്ലിയസിൽ നിന്ന് അകലെയല്ലേ ഇലക്ട്രോൺ ഇരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോഴോ സൈസ് ചെറുതാകുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ മെറ്റാലിക് ക്യാരക്ടർ, ദാറ്റ് ഈസ് ദ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. മെറ്റാലിക് ക്യാരക്ടർ increases down the group, across a period decreases across the period, അപ്പോൾ നിങ്ങൾക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്താണെന്ന് ജസ്റ്റ് ഓർത്തെടുക്കാൻ പറ്റും. നോൺ മെറ്റാലിക് ക്യാരക്ടർ, it is the tendency to accept electron, എവിടെ എങ്ങനെയായിരിക്കും? താഴേക്ക് പോകുമ്പോൾ സൈസ് വലുതാകുന്നു. സൈസ് വലുതായി ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുകയോ കുറയോ? സൈസ് വലുതാകും തോറും പുതിയ ഇലക്ട്രോൺ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. സോ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, increases across the period, So this is what metallic character and non-metallic character. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, പീരിയോഡിക് ടേബിളിൽ അതായത് പി ബ്ലോക്കിൽ ഏത് ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് മെറ്റൽസിനെയും ഏത് ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള എലമെൻസിനെ കാണാൻ പറ്റുന്നത്? പി ബ്ലോക്കിൽ ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടിയ എലമെൻസിനെയും ഏത് പോർഷനിലാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടിയുള്ള എലമെൻസിന്? ഞാൻ ആ പി ബ്ലോക്ക് എലമെൻറ്റ്സ് മാത്രമായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കൂ നിങ്ങൾ. ഏത് ഭാഗത്താണ് മെറ്റാലിക് ക്യാരക്ടർ കൂടിയ എലമെൻറ്റ്സ്, അതായത് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള ടെൻഡൻസി ഉള്ള എലമെൻറ്റ്സ് എവിടെ കാണാൻ പറ്റുന്നത്? ഈ ഭാഗത്താണോ, നടുക്കാണോ, ഈ ഭാഗത്താണോ, എവിടെയാ? യു ക്യാൻ സീ എലമെൻറ്റ്സ് ദാറ്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടേഴ്സ് ഇൻ ദ ലെഫ്റ്റ് ലോവർ പോർഷൻ അല്ലേ? ഇവിടെ സൈസ് വളരെ കൂടുതലാണ്. സോ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള എലമെൻസിനെ യു ക്യാൻ സീ അറ്റ് ദ ലെഫ്റ്റ് ലോവസ്റ്റ് പോർഷൻ. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉള്ള ആളുകളെയോ
നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉള്ള ആളുകളെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? സൈസ് കുറഞ്ഞ ആളുകളല്ലേ? അതെവിടെയാ? റൈറ്റ് സൈഡിൽ താഴെയാണോ മേലെയാണോ? റൈറ്റ് സൈഡിൽ മേലെ. അപ്പോൾ റൈറ്റ് ടോപ്പ് പോർഷൻ, റൈറ്റ് ടോപ്പ് പോർഷൻ. So in P block elements you can see metallic character in the left bottom, correct അല്ലേ? ലെഫ്റ്റ് ലോവസ്റ്റ് പോർഷൻ, ഇവിടെ മേലെ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ കളർ ഡിഫറൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്യാമറയിൽ കാണുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. കളർ വ്യത്യാസമായിട്ടല്ലേ കാണുന്നത്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലൂരിയം, പൊളോണിയം. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത they are metalloids. Means that shows both the characteristics of metals and non-metal. നോക്കിയാൽ നിങ്ങൾ അവരുടെ മേലെ നോൺ മെറ്റാലിക് ക്യാരക്ടർ, അവരുടെ താഴെ കിടക്കുന്നത് മെറ്റാലിക് ക്യാരക്ടർ കൂടിയാണ്. ഇടയിലൊരു ബ്രിഡ്ജ് പോലെ മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ഗ്രൂപ്പ്, അതായത് ബോറോൺ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ബോറോൺ, കാർബൺ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ കാർബൺ, ദെൻ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇവരുടെ താഴെയുള്ള എലമെൻറ്റ്സിനെ അപേക്ഷിച്ച് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ പി ബ്ലോക്ക് എലമെൻറ്റ് ദ ഫസ്റ്റ് എലമെൻറ്റ്സ്, ഇവർ ഏത് പീരീഡിലാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ ഫസ്റ്റ് പീരീഡോ സെക്കൻഡ് പീരീഡോ? ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജൻ, ഹീലിയം ഉള്ളൂ. അപ്പോൾ ഇവരെന്തായാലും സെക്കൻഡ് പീരീഡിലാണ്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഏത് ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡിലെ ആളുകളായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് പീരീഡിലുള്ള ആളുകൾക്ക് മറ്റ് ആളുകളെ അപേക്ഷിച്ച് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ്. നിങ്ങൾ ഓൾറെഡി എസ്സിൽ പഠിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലിഥിയത്തിനുള്ള പ്രോപ്പർട്ടി, ബെറിലിയത്തിനുള്ള പ്രോപ്പർട്ടിയൊക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14 അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എലമെൻറ്റ്സിനെ അപേക്ഷിച്ച്, ഇപ്പോൾ ബോറോൺ ആണെങ്കിൽ, ബോറോൺ ഫാമിലി ആണ് എങ്കിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇടയ്ക്കിടയ്ക്ക് ഇത് മൊത്തം എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് കാണും തോറും പറയും തോറും നമുക്ക് ഓൾറെഡി ഇതിങ്ങനെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കും. ഇത് ഓൾറെഡി ഇതൊക്കെ തറവായിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. അങ്ങനെയുള്ള ആളുകളാണ് ഒരു ഭൂരിഭാഗവും എന്നറിയാം. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും വേണ്ടി ഇത് അവർക്കും കൂടി ഇത് തറവാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പോൾ ഇതിന് പ്രത്യേകത, ബോറോണിന് മാത്രം കുറേ പ്രത്യേകതകളുണ്ട്. ബാക്കി ആർക്കും ഇല്ലാത്ത, ബാക്കി ആളുകളെ അപേക്ഷിച്ച് ബോറോൺ മാത്രം കാണിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അടുത്ത ഫാമിലി ആണെങ്കിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇവരെ അപേക്ഷിച്ച് കാർബണിൻ്റെ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ 3 റീസൺസ് ആണ് NCERT പറഞ്ഞിരിക്കുന്നത്. And those reasons are small size of the atoms and its ion. ശരിയാണ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് അതായത് ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റിന് സൈസ് കുറവായിരിക്കും. ബാക്കി താഴേക്ക് പോകുന്നതോറും സൈസ് കൂടിയുള്ളൂ. മാത്രമല്ല അവരുടെ അയോണിനും സൈസ് കുറവായിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ. അങ്ങനെ പറയുന്നത് അത്ര ശരിയാണോ? അല്ല. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട്
ഷെയർഡ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അത് ഇവർക്ക് കൂടുതലാണ്. മൂന്നാമത്തെ റീസൺ, ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് ഇവർക്ക് ഡി ഓർബിറ്റൽസ് ഇല്ല. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. എക്സാമിന്, നമ്മുടെ ബോർഡ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദ റീസൺസ് ഫോർ വിച്ച് ദ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് മെമ്പർ ഓഫ് എനി ഗ്രൂപ്പ്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ 3 കാര്യങ്ങൾ കൊണ്ട്, അതായത് ആറ്റത്തിൻ്റെയും അയോണിൻ്റെയും സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ടും ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടും ഫസ്റ്റ് എലമെൻറ്റുകൾ കാണിക്കുന്ന കുറച്ച് പ്രത്യേകതകൾ, അവരുടെ കോവാലൻസ്, നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കോവാലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാക്സിമം നമ്പർ ഓഫ് ബോൺസ് ആൻ ആറ്റം ക്യാൻ ഫോം. കോവാലൻസിന് ഡിഫറൻറ്റ് വരുന്നുണ്ട്. ദെൻ പിന്നെ അവരുടെ റിയാക്ടിവിറ്റിക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ അവരുടെ ability to form multiple bonds. Ability to form multiple bonds. അപ്പോൾ ഈ 3 റീസൺസ് കൊണ്ട് ഈ 3 കാര്യങ്ങൾ ഡിഫറൻ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വെരി ഫസ്റ്റ് വൺ ഈസ് കോവാലൻസ്. കോവാലൻസ് ഓൾറെഡി പറഞ്ഞു. കോവാലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ബോൺസ് ആൻ ആറ്റം ക്യാൻ ഫോം. ആക്ച്വലി നമുക്കിനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാം. ബോറോൺ ഫാമിലി അല്ലെങ്കിൽ ജനറലായിട്ട് പറയാം അല്ലേ, പി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ജനറലായിട്ട് പറയാം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻ്റ് അല്ലേ. ഈ സെക്കൻഡ് പീരീഡിലാണ് ഈ ഓരോ ഗ്രൂപ്പിലും 13, 14, 15, 16, 17 ആണെങ്കിൽ ഈ ഗ്രൂപ്പുകളിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡാണ്. സെക്കൻഡ് പീരീഡിലാണ് ബോറോൺ ആയാലും കാർബൺ ആയാലും നൈട്രജൻ ആയാലും ഓക്സിജൻ ആയാലും ഫ്ലൂറിൻ ആയാലും വരുന്നത്. സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ അവരുടെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 2sഉം 2pയുമാണ്. ഓക്കെ, 2sഉം 2p എന്ന് പറയുമ്പോൾ എത്ര ഓർബിറ്റൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും? 1, 2, 3, 4, 4 ഓർബിറ്റൽസ് കാണാൻ പറ്റും. 1, 2s ആൻഡ് 3p ഓർബിറ്റൽസ്. അപ്പോൾ മാക്സിമം കോവാലൻസി 4. സോ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റുകളുടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4. മാക്സിമം കോവാലൻസി 4. കാരണം 4 ഓർബിറ്റലേ അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അടുത്ത മെമ്പർ ഇപ്പോൾ ബോറോൺ ആണെങ്കിൽ, ബോറോണിൻ്റെ കോൺഫിഗറേഷൻ ആണ് എങ്കിൽ യു ഹാവ് അറ്റോമിക് നമ്പർ 5, 1s2, 2s2, 2p1. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾ 2sഉം 2pയും അത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞേ. ഇനി ബോറോണിന് താഴെയുള്ളത് ആരാ? അലൂമിനിയം. അറ്റോമിക് നമ്പർ 13 ആണ്. കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2, 2p6, 3s2, 3p1. 3pക്ക് ശേഷം ഇലക്ട്രോൺ ഇല്ല, പക്ഷേ അവിടെ ആര് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്? 3d ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ യു ഹാവ് 3s, യു ഹാവ് 3 നീക്കി വരയ്ക്കാം. യു ഹാവ് 3s, യു ഹാവ് 3p ആൻഡ് യു ഹാവ് 3d. 3s, 3p, 3d. ഇവിടെ നമുക്ക് 4 ഓർബിറ്റലുകളെ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം കോവാലൻസി 4 വന്നത്. പക്ഷേ തൊട്ട് താഴെ വരുന്ന എലമെൻറ്റുകൾ അത് ഏത് ഗ്രൂപ്പാണെങ്കിലും അവർക്ക് ഡി ഓർബിറ്റൽസും കൂടി അവൈലബിൾ ആണ്. അവിടെ 1, 2, 3, 4, 5, 6
അപ്പോൾ ഹയർ കോവാലൻസി കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോറോണിൻ്റെ മാക്സിമം കോവാലൻസി 4 ആണെന്ന് പറഞ്ഞു. അതായത് BF4-. ഈ കോമ്പൗണ്ടുകളെ പോസിബിൾ ഉള്ളൂ, BF5 പറ്റത്തില്ല. കാരണം മാക്സിമം 4 ബോണ്ടേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് അലൂമിനിയം ആണെങ്കിലോ AlCl6-2- ഇത്തരം കോമ്പൗണ്ടുകൾ കാണിക്കാൻ പറ്റും. അടുത്ത ഗ്രൂപ്പ് ആണെങ്കിൽ കാർബൺ ഫാമിലിയിലാണെങ്കിൽ കാർബണിൻ്റെ മാക്സിമം 4 പറ്റത്തുള്ളൂ, CCl4. മറിച്ച് സിലിക്കണൊക്കെ ആണെങ്കിൽ SiF6-2-. ഇത്തരം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോവാലൻസ് ആണ്. ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെൻറ്റിന് മാക്സിമം 4 ആണ്, പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹയർ കോവാലൻസീസ് അവർ കാണിക്കും. സോ ദിസ് ഈസ് ദ വെരി ഫസ്റ്റ് പ്രോപ്പർട്ടി. കോവാലൻസിന് ശേഷം ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? കോവാലൻസിന് ശേഷം യു ഹാവ് റിയാക്ടിവിറ്റി. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് റിയാക്ടിവിറ്റി. ഇത് എളുപ്പമാണ് കേട്ടോ. ഫസ്റ്റ് എലമെൻറ്റിന് ബോറോൺ, കാർബൺ, നൈട്രജനൊക്കെ അവർക്ക് ഡി ഓർബിറ്റൽസ് ഇല്ല. അതിന് ശേഷം വരുന്ന എലമെൻസിന് ഡി ഓർബിറ്റൽസ് ഉണ്ട്. സോ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് d orbitals in the first member of each group, due to the absence of d orbitals in the first member of each groups, they are less reactive compared to its lower members. കാരണം ലോവർ മെമ്പറിന് ഡി ഓർബിറ്റൽസ് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് മെമ്പറിന് ഡി ഓർബിറ്റൽസ് ഇല്ല. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിയാക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് കേട്ടിട്ടുണ്ട്. CCl4 തൊട്ടടുത്ത് വരുന്നത്, കാർബൺ ഫാമിലിയിൽ തൊട്ടടുത്ത് വരുന്ന ക്ലോറൈഡ് എന്ന് പറയുന്നത് ഏതാണ്? SiCl4. കാർബണിന് ഡി ഓർബിറ്റൽസ് ഇല്ല, പക്ഷെ തൊട്ടടുത്ത് വരുന്ന സിലിക്കണിന് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ CCl4 ഹൈഡ്രോലൈസ് ചെയ്യില്ല, പക്ഷേ SiCl4 ഹൈഡ്രോലൈസ് ചെയ്യും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും കേട്ടോ, എങ്ങനെയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത് എന്നുള്ളത്. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. റിയാക്ടിവിറ്റി ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അപേക്ഷിച്ച് സെക്കൻഡ് എലമെൻറ്റുകൾക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്. ഈ കേസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് ആണ് പറഞ്ഞത്. കാർബൺ ടെട്രാക്ലോറൈഡ് വിൽ നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്, വേറെ സിലിക്കൺ ടെട്രാക്ലോറൈഡ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. അപ്പോൾ സെക്കൻഡ് റീസൺ നമ്മൾ കണ്ടു കഴിഞ്ഞു, റിയാക്ടിവിറ്റി. ഒരെണ്ണം കൂടി ഉള്ളത് ഓർമ്മയുണ്ടാവുമായിരിക്കും. ഇറ്റ് ഈസ് ability to form multiple bonds. അതായത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യാനുണ്ട്. 3 അനോമലസ് പ്രോപ്പർട്ടി ആയിരുന്നു പറഞ്ഞത്. കാരണങ്ങൾ പറഞ്ഞത് സ്മോൾ സൈസ് ഓഫ് ഇറ്റ്സ് ആറ്റം ആൻഡ് അയോൺ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് മാത്രം കൊണ്ടായിരുന്നു സെക്കൻഡ് പ്രോപ്പർട്ടി പറഞ്ഞത്, അതായത് റിയാക്ടിവിറ്റി പറഞ്ഞത്. ഇവിടെ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ബോത്ത് ഇറ്റ്സ് സ്മോൾ സൈസ് ഓഫ് ഇറ്റ്സ് ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ദ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് can be explained using the combined effect of സൈസ് കുറവിൻ്റെയും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെൻറ്റ് കാർബൺ, ബോറോണൊക്കെ. ഇപ്പോൾ കാർബൺ ആണ് എങ്കിൽ ഇറ്റ് വിൽ ഫോം ഡബിൾ ബോണ്ട്, ഇറ്റ് ഹാവ് ദി എബിലിറ്റി ടു ഫോം ട്രിപ്പിൾ ബോണ്ട്. അവരുമായിട്ട് തന്നെ, ഇപ്പോൾ കാർബണുമായിട്ട് തന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ കാർബണിന് അതേ
പീരീഡിൽ വരുന്ന എലമെൻറ്റുകളുമായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്സിജന് പറ്റുന്നുണ്ട്, നൈട്രജന് സ്വയം പറ്റുന്നുണ്ട്. ഇവരെല്ലാം ഫസ്റ്റ് മെമ്പേഴ്സാണ്, അവരുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പേഴ്സാണ്. സോ ദേ ഹാവ് ദ എബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോൺസ് വിത്ത് ദെംസെൽസ് ഓർ വിത്ത് ദ അതർ എലമെൻറ്റ്സ് ഇൻ ദ സെയിം പീരീഡ്. ഇവിടെ എന്ത് ബോണ്ടാണ് ഫോം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് മീൻസ് ഇവിടെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യണം അല്ല. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൈഡ് വേസ് ഓവർലാപ്പ് ഓഫ് പി ഓർബിറ്റൽസ്. സോ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് പി പൈ ബോണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കാർബണിൻ്റെ പി ഓർബിറ്റലും ഈ കാർബണിൻ്റെ പി ഓർബിറ്റൽസും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തുണ്ടാവുന്ന ബോണ്ട് പി പൈ ബോണ്ട്. എന്നാൽ അടുത്ത മെമ്പർ ഇപ്പോൾ ബോറോൺ ആണെങ്കിൽ അതിനുശേഷം അലൂമിനിയം, കാർബൺ ആണെങ്കിൽ അതിനുശേഷം സിലിക്കൺ, അവർക്ക് ലെസ് ടെൻഡൻസി ടു ഫോം പൈ ബോണ്ട്. അതിനർത്ഥം അവർ പൈ ബോണ്ട് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അവർ പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പി പൈ ബോണ്ടല്ല. അതായത് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് പി ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പ് കൊണ്ടല്ല. ആര്? തൊട്ട് താഴെ വരുന്ന എലമെൻറ്റ്സ്, അലൂമിനിയം മുതൽ താഴേക്ക്, സിലിക്കൺ മുതൽ താഴേക്ക്, അവർ മെയിനായിട്ട് ഫോം ചെയ്യുന്നത്, അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ദേ ഫോംസ് പി പൈ ആൻഡ് ഡി പൈ ബോണ്ട്സ് ആണ്. ഹയർ എലമെൻറ്റ്സ് ഇൻ എവറി ഗ്രൂപ്പ് ഷോസ് പി പൈ ആൻഡ് ഡി പൈ. പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത്? ഒരാറ്റത്തിൻ്റെ പി ഓർബിറ്റലും മറ്റേയാളുടെ ഡി ഓർബിറ്റൽസ്, രണ്ടുപേരുടെ ഡി ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ് SO2 യു ക്യാൻ സി ഡി പൈ ബോണ്ട്. സൾഫർ ഉണ്ട്, സൾഫർ ഹാസ് ഗോട്ട് ഡി ഓർബിറ്റൽസ്, അത് വേക്കൻ്റ് ആണ്, വേക്കൻ്റ് ഡി ഓർബിറ്റൽ. ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഇറ്റ് ഹാസ് ഗോട്ട് ഫിൽഡ് പി ഓർബിറ്റൽ. നിങ്ങളിത് കൂടുതൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ പി ഓർബിറ്റലും സൾഫറിൻ്റെ ഡി ഓർബിറ്റൽസും തമ്മിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഓവർലാപ്പ് നടത്തുന്നു. ഈ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ പി പൈ അല്ലെങ്കിൽ ഡി പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്, പി ഓർബിറ്റൽസിനെ അപേക്ഷിച്ച് ഡി ഓർബിറ്റൽസിന് സ്റ്റെബിലിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. പി ഓർബിറ്റൽസിനെ അപേക്ഷിച്ച് ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഡി ഓർബിറ്റൽസിന് കുറവാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നു, ബോറോൺ ഫാമിലി. സോ താങ്ക് യു.